കണ്ടീഷനാണ്. കുറേ കാലം കൊണ്ട് വളരെ കുറച്ചിട്ട് എന്ന് പറഞ്ഞാൽ നിർത്തിവെച്ചെന്ന് തന്നെ പറയാം. ആ ഒരു കാര്യമാണ് ബീഫ് കഴിക്കുക എന്നുള്ളത്. സത്യം പറഞ്ഞിട്ട് ബീഫും പൊറോട്ടയും എപ്പോൾ സോഷ്യൽ മീഡിയ ഇപ്പോൾ തുറന്നു നോക്കിയാലും ബീഫും പൊറോട്ടയും എന്നുള്ള ഒരു പരിപാടിയാണ്. എന്തായാലും അത് കാണുമ്പോഴത്തേക്ക് ഒരു കൊതി ഉണ്ടാവുമല്ലോ. ഞാനും വാങ്ങി എന്നാൽ ഇന്ന് എന്തായാലും ഇച്ചിരി ബീഫും പൊറോട്ടയും ആക്കാമെന്ന് വെച്ചു. കാരണം എത്രയെന്ന് പറഞ്ഞിട്ട് ക്ഷമിച്ചിരിക്കുമെന്ന് പറയാം. ഇപ്പം എന്തായാലും ഈ ഒരു കാരണവശാലും അലുമിനിയം ഫോയിൽ മൈക്രോവേവിൽ വെക്കാൻ പാടില്ല എന്നുള്ളതാണ്. എന്തായാലും ഞാൻ ഇപ്പോൾ വെച്ച്, വേറെ സാഹചര്യം മോശമായിരുന്നു, കാരണം വേറെ സാധനം കിട്ടാനില്ല. അതുകൊണ്ട് എന്തായാലും ഞാനൊന്ന് ചൂടാക്കി എടുക്കാമെന്ന് വിചാരിച്ചു. ശകലം ഒരു 10-15 സെക്കൻഡ് മതിയോ, അധികം ചൂട് കൊള്ളില്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ചൂടായി കഴിഞ്ഞാൽ മൈക്രോവേവിൽ വെച്ച് കഴിഞ്ഞാലും ബീഫൊക്കെ ശരിക്കും പറഞ്ഞാൽ റബ്ബർ പോലെ ആയി. ജസ്റ്റ് ഒന്ന് ചൂടാക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഓക്കെ, അതണ്ട അടിപൊളി ബീഫായി പൊറോട്ടയായി. എത്രയെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ക്ഷമിച്ചിരിക്കുക. അപ്പോഴേ നല്ല അടിപൊളി ബീഫും പൊറോട്ടയും ഇത് കേട്ടിട്ടും കണ്ടിട്ടും ഇത് കഴിക്കാതിരിക്കാനും പറ്റത്തില്ല. എന്നും സോഷ്യൽ മീഡിയയിൽ ഇത് തന്നെ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് കാലത്ത് എനിക്ക് ട്രാവൽ ഏജൻസി ഉണ്ടായിരുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ ലോങ് ട്രിപ്പൊക്കെ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോഴത്തേക്കും ഈ ബീഫ് എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ നല്ല ഫ്രൈ ചെയ്ത് വെക്കുമ്പോഴത്തേക്കും ഫ്രൈ ചെയ്തിങ്ങനെ കാണുമ്പോഴത്തേക്ക് തന്നെ വണ്ടി നിർത്തും. അവിടുന്ന് ബീഫ് മേടിക്കും. വണ്ടിയുടെ ആ ഒരു ഗ്യാപ്പുണ്ടല്ലോ 2 സീറ്റിൻ്റെ ഇടയിൽ വയ്ക്കും. ഈ കപ്പലണ്ടി കടലയൊക്കെ ഇങ്ങനെ കഴിക്കുന്നത് പോലെ ഇങ്ങനെ കഴിച്ചുകൊണ്ടേയിരിക്കുന്നൊരു ആ ഒരു കാലത്ത് അങ്ങനെയായിരുന്നു. പിന്നെ ഇപ്പോഴൊക്കെ ഫുഡ് കൺട്രോൾ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഇപ്പം ബീഫിൻ്റെ പരിപാടിയൊക്കെ അങ്ങ് നിർത്തി. ഇപ്പോൾ ഈ കുറച്ച് ദിവസം കൊണ്ട് ഇങ്ങനെ ഒലിപ്പിക്കുന്ന രീതിയിൽ ബീഫ് പൊറോട്ട എന്നൊക്കെ പറഞ്ഞു വരുമ്പം കാണുമ്പോഴത്തേക്ക് ബീഫ് കാണുമ്പോൾ മാറ്റി നിർത്തലാണ് ഇപ്പോൾ പരിപാടിയായിരുന്നു. പക്ഷേ ഇപ്പം ഈ ഒരു കാരണം കൊണ്ട് ബീഫ് അങ്ങോട്ട് കഴിക്കണമെന്നൊരാഗ്രഹം തോന്നി. അപ്പോൾ ബീഫും പൊറോട്ടയും ഇവിടെ ഇന്നങ്ങ് മേടിച്ച്. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞു വന്നത്, ഇപ്പം നമ്മൾ എൻ്റെ വീട്ടിൽ എൻ്റെ ഉമ്മ ബീഫ് കഴിക്കൂല, എൻ്റെ ഉമ്മാരുമ്മ ബീഫ് കഴിക്കൂല. എൻ്റെ കുടുംബത്തിൽ ഇപ്പം തന്നെ എണ്ണി നോക്കിക്കഴിഞ്ഞാൽ ഒരു 10-15 പേര് ബീഫ് കഴിക്കാത്തവരുണ്ട്. എന്ന് പറഞ്ഞാൽ തുടക്കകാലം മുതൽ അവർ ഇതുവരെ ബീഫ് കഴിക്കാത്തവരുണ്ട്. ഇനി വല്ല കല്യാണത്തിന് പോയിട്ട് മട്ടൺ എന്ന് പറഞ്ഞുകൊണ്ട് ബീഫ് കൊടുത്ത് അറിയാതെ കഴിച്ചിട്ടുണ്ടെങ്കിലേ ഉണ്ടാവുള്ളൂ. പക്ഷേ അറിഞ്ഞിട്ട് ഇതുവരെയും അവർ ബീഫ് കഴിക്കാത്തവരാണുള്ളത്. എൻ്റെ സുഹൃത്തുക്കളിൽ തന്നെ ജാതി ഭേദമന്യേ അതുപോലെ തന്നെ രാഷ്ട്രീയം അല്ലാത്ത എല്ലാ പേരും ഒരുപാട് പേരുണ്ട്. ആരും അങ്ങനെ ബീഫ് കഴിക്കുകയോ കഴിക്കാതിരിക്കുകയോ എന്നുള്ളത് നമ്മളുടെ വിഷയമല്ല. ശരിക്കും പറഞ്ഞാൽ ബീഫ് കഴിക്കുന്നവരാണ് ഏറെക്കുറെ എനിക്കറിയാവുന്നുള്ളവർ. ബീഫ് കഴിക്കാത്തവരും ഉണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. ഇപ്പം നോർത്ത് ഇന്ത്യൻ സുഹൃത്തുക്കൾ ഇവിടെയൊക്കെ ഉള്ളവർ, നോർത്ത് ഇന്ത്യനിൽ കൂടുതൽ കുറച്ച് ആൾക്കാരൊക്കെ ബീഫ് കഴിക്കാത്ത ആൾക്കാരുണ്ട്. ബീഫ്